പ്രിയപ്പെട്ടവരെ, വാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നീ നിന്റെ കാക്കാനെ കണ്ടുപഠിക്കടാ, നീ നിന്റെ ജ്യേഷ്ഠനെ കണ്ടുപഠിക്കടാ, അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ഒരു സ്ഥാനത്താണ്. നീ ഇങ്ങനെയായി പോയല്ലോ, നീ അനുജനെ കണ്ടുപഠിക്ക്, നീ അവളെ കണ്ടുപഠിക്ക്, അയൽവാസികളുടെ മകളെ കണ്ടുപഠിക്ക്. ഇങ്ങനെ മക്കളോട് പറയുന്ന മാതാപിതാക്കള് അതിലൂടെ നിന്റെ മക്കള് രക്ഷപ്പെടുകയല്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വാശി കടന്നു വരികയാണ്, ദേഷ്യം കടന്നു വരികയാണ്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പറയരുത്. മാതാപിതാക്കൾ പറയും, വാപ്പ പറയും, നിന്റെ ജ്യേഷ്ഠനെ കണ്ടോടാ, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല കുടുംബമായി, നീ ഇങ്ങനെ നടക്കുന്നല്ലോടാ. നിന്റെ അനിയനെ നോക്ക്, നിന്റെ അനിയനെ നോക്ക്, നിന്റെ അയൽവാസികളെ നോക്ക്. മാനസികമായിട്ട് ആ കുട്ടികളെ തകർക്കുകയാ. ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള നേട്ടം ശത്രുതയുണ്ടാകും മക്കൾക്കിടയിൽ. മക്കൾക്കിടയിൽ ശത്രുതയുണ്ടാകും. യാക്കൂബ് നബി തന്റെ മകൻ കണ്ട സ്വപ്നം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ശനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന് തന്റെ കൂടപ്പിറപ്പിനോട് പറഞ്ഞാൽ അവർക്കിടയിൽ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയരുത്, മറച്ചു വെച്ചു. അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. എന്നിട്ടു പോലും എന്റെ പ്രിയപ്പെട്ടവർ, എപ്പോഴും നമ്മൾ പറയും, അവനെ കണ്ടുപഠിക്കുക, ഇവനെ കണ്ടുപഠിക്കുക, അവളെ നോക്ക്, അങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. ഇങ്ങനെയല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മക്കളെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും നല്ലവനെ നന്നാക്കുമ്പോഴല്ല, ഏറ്റവും മോശമായവനെ നന്നാക്കുമ്പോഴാ വാപ്പയാകുന്നത്. എഴുതി തെള്ളലല്ലടോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളലല്ല. എടാ, ഈ നല്ലവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണ്ട. ഈ ഏറ്റവും മോശമായവനെയാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവനെയാ ശ്രദ്ധിക്കേണ്ടത്, അവനെയാണ് പരിഗണിക്കേണ്ടത്. മൂത്തവൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് അവൻ എഴുതി അങ്ങ് തള്ളും. പിന്നെ അവൻ തലതിരിഞ്ഞു പോകും, കള്ളുകുടിക്കനും കഞ്ചാവും കൊട്ടേഷൻ സംഘവുമായിട്ട് അവൻ നടക്കും. അവനെ നശിപ്പിക്കുന്ന നമ്മൾ തന്നെയാ. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, തന്റെ പൊന്നാര മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാത്ത രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ വളർത്തി. അങ്ങനെ വളർത്തണം ഒരു വാപ്പ, അങ്ങനെ ആയിരിക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നീതി പുലർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ.